കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ കാമദേവന്റെ പുനർജന്മമായ പ്രത്യുജ്ഞോപത്തി വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. മല്ലലോചനൻ കൃഷ്ണൻ നിന്നോട് താതനടു മുന്നം നീ കാമദേവൻ ശങ്കരൻ തന്റെ കണ്ണിൽ മുന്നമേ ദഹിച്ചവൻ. ശങ്കരാജ്ഞയാലിപ്പോൾ പങ്കജനേത്രപുത്രനായിക്കൊണ്ടു പിറന്നിതു ശങ്കയന്നിയേ നിന്നെ ശംബരാസുരനിവൻ തന്നെ മരണത്തിൻ ഭേദയാൽ സമുദ്രത്തിൽ നിന്നെയുമെടുത്തെറിഞ്ഞിടിനാനതും അപ്പോൾ വന്നു മത്സ്യവും വിഴുങ്ങിടിന നേരം അത് ചെന്നു ദാശന്റെ വല തന്നിലും അകപ്പെട്ടു. അത് ചെന്നു ദാശന്റെ വല തന്നിലും അകപ്പെട്ടു. ദാശനും ശംബരനു കാഴ്ചയായി വച്ചാനതോ ഞാനെടുത്തറിയാതെ വളർത്തേനിത്ര നാളും. എന്നുടെ പതിയായ നീ മുന്നം ദഹിച്ചതിൽ പിന്നെ ഈ ദൈത്യനായ ശംബരൻ വരം വാങ്ങി മരിച്ച ജനമിനി വരികയില്ലെന്നോർത്ത് മരണം കാമനുണ്ടാമന്നേ ഇങ്ങനിക്കാവൂ എന്നതുമൂലം നിന്നെ കുല ചെയ്വതിനായിട്ടിന്നിവൻ മുതിർന്നതുമെന്നുരയ്ക്കുന്നു ചിലർ. ഞാനിക നിന്റെ കാന്താരതി എന്നറിയേണം. നൂനം നാരദമുനി വൃത്താന്തമിവയെല്ലാം എന്നോടു പറഞ്ഞതു ഞാനുമിങ്ങിവിടത്തിൽ നിന്നുടെ വരവിനെ പാർത്തിട്ടു മായയാലേ നിന്നു പോരുന്നു മുനി നാരദവാക്യത്താലും. നിന്നുടെ മാതാ നിന്റെ കേതുവാതുക്കുന്നു എന്നു നീ ശംബരന് വേഗത്തിൽ കുല ചെയ്തു മന്ദമെന്നിയേ ദ്വാരാവതിക്ക് പോകടോ നാം. മായാവിയായ ദൈത്യൻ ശംബരൻ തന്റെ മായയ്ക്കു നാഥയായോരെനിക്കിങ്ങേൽക്കയില്ല. അവന്റെ മായയെല്ലാം എനിക്കിങ്ങറിഞ്ഞിടാം. അവനെ ചെന്നു ദുർവാക്യങ്ങളെ ചൊല്ലും നേരം അവനും മുതിർന്നേറ്റുകൊള്ളുമെന്നറിയണം. ഇത്തരം രതിവാക്യം കേട്ടു കൃഷ്ണാത്മജനം സത്വരം യുദ്ധത്തിനായി വിളിച്ചു ശംബരനെ. എന്നതു കേട്ടവനും കോപിച്ചു യുദ്ധത്തിനായി വന്നു സങ്കരം തുടങ്ങിയിടിനാൻ പലതരം. ഓരോരോ തരം ധർമ്മയുദ്ധങ്ങൾ ചെയ്ത നേരം
നേരെ നിൽക്കരുതാഞ്ഞു ശമ്പരൻ മായകളും കാട്ടിനാൻ മായാസുര വ്യാക്ര ജന്തുക്കളാലും കോട്ടമിട്ടോരോതരം കാമനെ നശിപ്പിപ്പാൻ വരുന്ന മായകളെ തടുത്തു ദിവ്യാസ്ത്രത്താൽ തിരക്കിരണം ചെയ്തു മടങ്ങിയിടാതെ നിന്നു. ഘോരമായി പാരം മായ കാട്ടിനാൻ അസുരനും പാരമായതിന്മീതെ താൻ കണ്ടു യുദ്ധം ചെയ്തു ദുഷ്ടനാം ശമ്പരനെ വധിച്ചതു നേരം. പുഷ്ടമോദേന പുഷ്പവൃഷ്ടിയും ചെയ്തു സുരർ പിന്നെ തൻ പത്നിയോടുമൊന്നിച്ചു വ്യോമമാർഗേ ചെന്നു കാമനും വേഗാൽ ദ്വാരകാപുരിപുക്കു. മിന്നലും മേഘവുമായി ഒന്നിച്ചു ശോഭിച്ച പോൽ അന്നേരം ദ്വാരകയിൽ മേവീടും ജനം കണ്ടു. ആരിത് വരുന്നതെന്നോർത്ത് വിസ്മയം പൂണ്ടാർ. കാരണപുരുഷനാം കൃഷ്ണനെന്നോർത്തു ചിലർ കണ്ടു. കണ്ടവരെല്ലാം നിന്നിതു നിൽക്കും നില. വണ്ടാർ പൂങ്കുഴലാളാം രുക്മിണി അതു നേരം ചിത്തത്തിൽ നിരൂപിച്ചു. മാധവ പ്രതിബിംബം വ്യക്തമായതുപോലെ ആരിവൻ മഹാപുമാൻ. മൽപുത്രൻ മുന്നമുണ്ടായി വന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് പുമാനോടു തുല്യം വയസ്സും കാന്ത്യാദികൾ. എന്നോട് സുനോ മുന്നം പോയവനിവൻ താനോ ഒന്നുമേ അറിയാവതല്ലെന്റെ ഭഗവാനേ. ചിന്താമരാക്ഷൻ തന്റെ തുല്യമായി വന്നിടുവാൻ ഒന്നുകൊണ്ടുമേ വരാ മറ്റുള്ളൂരാരെങ്കിലും. സുന്ദരനിവൻ തന്നെ കാണുന്ന നേരമേറ്റം എന്നുള്ളിൽ വളരുന്നു സ്നേഹവും അതുമല്ല എന്നുടെ മുലകളും ചുരന്നു വരുന്നതു എന്നല്ല പാണികളും എടുപ്പാൻ ഭാവിക്കുന്നു. എന്നിവ വൈദർഭ്യം ചിന്തിച്ചു വാഴുന്നേരം നന്ദചന്ദാനം ചെന്നു കണ്ടുമിണ്ടാതെ നിന്നു. വന്നിതന്നേരം മുനി നാരദൻ കൃഷ്ണൻ ദാനം വന്ദിച്ചു പൂജിച്ചതു നാരദനതു നേരം. നന്ദനന്ദനോട് വാസ്തവമരുൾ ചെയ്തു. പിന്നെയുണ്ടായ കഥ ശമ്പരവധങ്ങളും ഒന്നൊഴിയാതെ വാസുദേവ ദേവകീസുതൻ എന്നിവ യദുപരന്മാരോടുമറിയിച്ചു. നന്ദജനുടെ പുത്രനെന്നിവൻ ജ്യോതിർമയൻ എന്നതുകൊണ്ട് പ്രദ്യുമ്നൻ എന്നുള്ളൊരു പേരും നന്ദിച്ചു മുനീന്ദ്രനും അരുളി ചെയ്തു. പിന്നെ നന്ദിതനായ മുനി നാരദൻ എഴുന്നള്ളി. വൃത്താന്തമിവയെല്ലാം കേട്ടോരു ജനങ്ങൾക്കു ചിത്താനന്ദത്തെ എന്തു ചൊല്ലുന്നു നരോത്തമ. പുത്രനെ ചെന്നു വേഗമെടുത്തു വൈദർഭ്യം എത്രയും വേഗത്തോടി പുണർന്നു മുകർന്നിതു. ആനന്ദത്തും പുണർന്നിടിനാൻ മുകുന്ദനും. ആനന്ദാനിനം പുണർന്നിടിനാൻ രാമന്ദാനം. ദേവകീ വസുദേവതങ്ങൾക്കും പൗത്രസ്നേഹം ആവോളമുള്ളിൽ വർത്തിച്ചാനന്ദിച്ചിതു പാരം. ദ്വാരകാവാസി ജനം ദമ്പതിമാരെ വന്നു പാരമാനന്ദം കൈക്കൊണ്ടാനന്ദിച്ചിതു പാരം.
ദമ്പതിമാര് വന്നു കണ്ടിതു പലജനം. ദേവകീ വസുദേവർ തങ്ങൾക്കും പൗത്രസ്നേഹം മാവോളമുള്ളിൽ വർത്തിച്ചാനന്ദിച്ചിതു പാരം. ദ്വാരകാവാസി ജനം ദമ്പതിമാര് വന്നു പാരമാനന്ദം കൈക്കൊണ്ടാനന്ദിച്ചിതു പാരം. ദമ്പതിമാരെ വന്നു കണ്ടിതു പലജനം. അന്തരംഗത്തിൽ മോഹമേറുക മൂലമായി നഷ്ടമായോരു ദുംനം പ്രദ്യുമ്നം ലഭിക്കയാൽ തുഷ്ടി പൂണ്ടവർകളും വാണിതു ദ്വാരകയിൽ. പ്രദ്യുമ്ന രൂപം കണ്ടു തന്നെ മാതാക്കൾക്കു സദ്യ സംഭവിച്ചിതു കന്ദർപ്പ വിഭ്രമങ്ങൾ. ആകയാൽ പിന്നെയുള്ള നാരികൾക്കെന്തേ ചൊല്ലൂ. ലോകനായകസുതൻ കന്ദർപ്പൻ തന്നിലേറ്റം ലോകത്തിലുള്ള നാരീജനങ്ങളെല്ലാവരും ഐക്യമത്യേന രമിച്ചിടിനെന്താശ്ചര്യം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം ശമന്തകം. വരികൾ സഹം തുടരും നാളെ. നമസ്തേ.